ഹായ്ഡാ, അപ്പോൾ നാളെ മാത്സ് എക്സാം ആണല്ലേ? എല്ലാവരും നല്ല ടെൻഷനിലായിരിക്കും. സോ ഞാനൊരു സെക്കൻഡ് പോലും ലാഗ് ആക്കുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സാധനത്തിലേക്ക് ക്ലാസ്സിലേക്ക് കയറുകയാണ്. ഇതൊക്കെ പഠിച്ചു പോയാൽ നമ്മൾ എക്സാം തൂഫാനാക്കി തന്നെ ചെയ്യും. ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. സോ പാരലൽ ലൈൻസിൽ നിന്നും സമാന്തര വരകളിൽ നിന്നും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് മക്കളെ. ഈ ഒരു ലെങ്ത് എക്സ്, ഈ ഒരു ലെങ്ത് 9, ഇത് x+2, ഇത് 10. അത്രേ പറഞ്ഞുള്ളൂ. ക്വസ്റ്റ്യനിലും അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. സോ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? എക്സ്ട്രാ ഇവിടെ പോയിന്റ് ഉള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഈ 3 ലൈൻസ് എന്താ സമാന്തരം, പാരലലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? എന്താടാ ചെയ്യുക സർ? അത് വളരെ സിമ്പിളാണ്. ഈ എക്സും ഈ x+2 തമ്മിലുള്ള അംശബന്ധം അത് തന്നെയായിരിക്കും ആര് തമ്മിലുണ്ടാവുക? 9ഉം 10ഉം തമ്മിലുണ്ടാവുക. സർ അതെങ്ങനെ എഴുതുക? x/x+2 ഇതാണ് അവന്മാർ തമ്മിലുള്ള അംശബന്ധം. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതും തമ്മിലുള്ള അംശബന്ധം എന്തിന് ഈക്വൽ ആയിരിക്കും? 9ഉം 10ഉം തമ്മിലുള്ള അംശബന്ധത്തിന് ഈക്വൽ ആയിരിക്കും 9/10. ഇങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്. ആൻഡ് ഇതിൽ നിന്ന് സർ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സർ അത് സിമ്പിൾ അല്ലേ? ഈ എക്സ് ഇവിടെ നിന്നോട്ടെ. നമുക്കിവിടെ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇവനെ ഇങ്ങോട്ടെടുക്കാം, ഇവനെ ഇങ്ങോട്ടെടുക്കാം. നോക്കിയോ, ഇവിടെ എക്സ് ഉണ്ട്. ഈ /10 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? *10. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാകുക? x/10 അല്ലെങ്കിൽ 10x ആണ് സാറേ ഉണ്ടാവുക. ഇവൻ അങ്ങോട്ട് പോവാണ്. സോ എഴുതണ്ട. ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ആരാളുള്ളത്? 9 ആണുള്ളത്. ഈ x+2 ഇങ്ങോട്ട് പോകുന്നുണ്ട് സാർ. അപ്പോൾ ഇവിടെ ഇങ്ങനെ x+2 ഇങ്ങനല്ല കൊണ്ടുപോയി എഴുതേണ്ടത്. എങ്ങനെ എഴുതേണ്ടത്? ഈ x+2 ഇങ്ങോട്ട് പോവാണ് അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. സാർ ബാക്കി ചെയ്തോളൂ. 10x ഈക്വൽ ടു ഈ 9 അകത്തുള്ള 2 പേർക്കും വേണം. സോ 9 × x, 9x + 9 × 2 18. സാർ ഇനി എന്താ ചെയ്യുക? എക്സ് ഒക്കെ ഒരു സൈഡിലേക്ക് വരട്ടെ അല്ലേ? എക്സ് ഒക്കെ ഒരു സൈഡിലേക്ക് വരട്ടെ, എന്നാലേ ഒരു രസമുള്ളൂ. 10x - 9x ഈക്വൽ ടു 18. അതായത് 10x 9x പോയാൽ എത്ര? x ഈക്വൽ ടു 18. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മക്കൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇത് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ഇത് 5, ഇത് 10, ഇത് 3 ആണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും എന്ന് ചോദിക്കും. സോ ഇത് 5, ഇതിൻ്റെ ഡബിൾ 10, ഇവിടെ 3, അപ്പോൾ ഇതിൻ്റെ ഡബിൾ 6 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ആൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം കേട്ടോ. നോക്ക്, ഇവിടെ 5, അതിൻ്റെ 3 ഇരട്ടി 15 ആണ് ഇവിടെ ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എത്ര എന്ന് ചോദിക്കും. 5ൻ്റെ 3 ഇരട്ടി 5 ആണെങ്കിൽ 2ൻ്റെ 3 ഇരട്ടി അല്ലേ ഇവിടെ ഉണ്ടാകുക? എത്ര? 6. സോ ഈ ഒരു ടൈപ്പിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ മാക്സിമം ഡിഫിക്കൽട്ടായി ചോദിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ആൻഡ് യെസ്, അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ കാര്യം മക്കൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം, അതിൻ്റെ പെരിമീറ്റർ 15 ആവണം, സൈഡ്സിൻ്റെ റേഷ്യോ 4:3 ആവണം എന്നാണ് പറഞ്ഞത്. സോ ഇവിടെ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളം ഇവിടെ ഉണ്ട്. സോ നമ്മൾ എത്രയാണോ പെരിമീറ്റർ പറയുന്നത് അതിൻ്റെ നേരെ പകുതി വരയ്ക്കണം. സോ ഇവിടെ പെരിമീറ്റർ പറഞ്ഞത് 15 ആണ്. ഞാൻ എത്ര വരയ്ക്കണം? 7.5 സെൻറ്റിമീറ്റർ വരയ്ക്കണം. ആൻഡ് ഇനി എനിക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ ഒരു ലൈൻ്റെ മുകളിൽ എവിടെയോ ഞാനൊരു കട്ടിടണം. ആ കട്ടിട്ടാൽ ആദ്യത്തെ പാർട്ട് ആവണം ലെങ്ത്ത് വരയ്ക്കാൻ പോകുന്ന റെക്റ്റാങ്കിളിൻ്റെ, രണ്ടാമത്തെ പാർട്ട് ആവണം ബ്രെഡ്ത്ത്. അങ്ങനെയെങ്കിൽ കട്ടിടേണ്ടത് ഏത് റേഷ്യോയിലാണ്? അവർ പറഞ്ഞിട്ടുണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും 4:3 വരണമെന്ന്. സോ ഞാൻ ഈ ലൈൻ്റെ മുകളിൽ കട്ടിടുമ്പോൾ ഒരു സൈഡ് 4 അടുത്ത സൈഡ് 3 ആവണം. പക്ഷേ സാർ അതെങ്ങനെ ചെയ്യും? അപ്പോൾ മക്കൾ നോക്കുക, 4:3 ആണ് അംശബന്ധം വേണ്ടത്. 4ഉം 3യോട് കൂട്ടിയാൽ 7 ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു 7 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരയ്ക്കുക. ആൻഡ് അതിൽ എന്ത് ചെയ്യുക? സ്കെയിലിൽ 4 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും നിങ്ങൾ അടയാളപ്പെടുത്തുക. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? സർ ഈ 2 ലൈൻസിനെ തമ്മിൽ കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇതിന് സമാന്തരം പാരലലായി ഇതിലെ ലൈൻ വരയ്ക്കുക. ഓക്കെ സാർ. ഇനിയോ ഇതിന് സമാന്തരം പാരലലായി ഇതിലെ ലൈൻ വരയ്ക്കുക. ഈ 3 വെള്ള ലൈനും എന്താണ്? സമാന്തരം അല്ലെങ്കിൽ പാരലലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പച്ച ലൈനിനെ 4:3 കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞ ലൈനിനെയും 4:3 കട്ട് ചെയ്യും. ഓക്കെ. സോ നമ്മളുടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഇവിടെ റെഡിയായി. ഇനി ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സർ ലെങ്ത്തും ബ്രെഡ്ത്തും റെഡി ആയിട്ടുണ്ടെങ്കിൽ ഈ ലെങ്ത്തിൻ്റെ 2 സൈഡും താഴോട്ടല്ലേ ബ്രെഡ്ത്ത് വരേണ്ടത്? ഇങ്ങോട്ടാണോ? അല്ല സാർ. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇത് കോമ്പസിൽ അളക്കുന്നു. ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് ചാപം വരയ്ക്കുന്നു, ഇവിടെ വെച്ച് ഇങ്ങോട്ടൊരു ആർക്ക് ചാപം വരയ്ക്കുന്നു. ആൻഡ് ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു കുത്തന, ഇവിടുന്ന് ഇങ്ങോട്ട് കുത്തനെ കണക്ട് ചെയ്യുന്നു. ഇവന്മാരെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരം. വളരെ സിമ്പിളാണ് മക്കളെ. എവിടെയും ഡൗട്ട് ഉണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട്
ഒന്നുകൂടി കണ്ടു നോക്കുക, ഉറപ്പായിട്ടും മനസ്സിലാവും. ആൻഡ് നമ്മളോട് പറയും ഒരു ട്രയാങ്കിൾ വരയ്ക്കണം, അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ 3:4:5. അപ്പം നമ്മൾ ഓടിപ്പോയി 14ൻ്റെ പകുതി എടുക്കരുത്. റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരം പറയുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പകുതി എടുത്താൽ മതി പെരിമീറ്ററിൻ്റെ. ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണമാണ് പറയുന്നതെങ്കിൽ അവരെത്രയാണോ പറയുന്നത് അത് മൊത്തമായിട്ട് വരയ്ക്കണം. സോ 14 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ ഞാൻ വരച്ചു. നേരത്തെ ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ വരച്ചപ്പം ആദ്യം വരച്ച ലൈൻ്റെ മുകളിൽ ഒരു കട്ടിട്ടിട്ട് ഒന്ന് ലെങ്ത്തും മറ്റേത് ബ്രെഡ്ത്തും നീളവും വീതിയും ആണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഇവിടെ നമുക്ക് 2 കട്ടിടണം. അതെന്തായിരിക്കും, ഈ 3 പീസുകൾ എന്തായിരിക്കും, നമ്മൾ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിൻ്റെ 3 പീസുകളായിരിക്കും ഇത്. സോ നമ്മൾ ഇടുന്ന ആ കട്ട് ഏത് റേഷ്യോയിലായിരിക്കണം, 3:4:5 എന്ന റേഷ്യോയിലായിരിക്കണം നമ്മൾ മുറിക്കേണ്ടത്. സർ പക്ഷേ 3:4:5 എങ്ങനെ 14 സെൻറ്റിമീറ്ററിനെ മുറിക്കുക, ഞങ്ങൾക്കറിയൂല. കുഴപ്പമില്ല, 3:4:5 സിമ്പിളായിട്ട് ഒരു ലൈനിനെ മുറിക്കാൻ പറ്റും. ഏത്, ഇവന്മാരെ കൂട്ടി നോക്ക്, 3 4 7 7 5 12 സാർ. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ ഇനി എന്ത് ചെയ്താൽ മതി, ഇതിനെയും കണക്ട് ചെയ്യുക. ഇതിന് സമാന്തരം പാരലായി ഇതിലെ ലൈൻ വരയ്ക്കുന്നു. അതെന്നെ ഇവിടെയും ആവർത്തിക്കുന്നു. സോ ഈ മഞ്ഞ ലൈൻ 3:4:5 നീല ലൈനും അങ്ങനെ തന്നെ കട്ടായി. സോ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിൻ്റെ ത്രികോണത്തിൻ്റെ സൈഡുകൾ റെഡിയായി സാറേ. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി വരെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മതി അല്ലേ. സോ ഞാനൊരു കാര്യം ചെയ്യുന്നു, നടുവുള്ള സൈഡിനെ അവിടെ തന്നെ വെക്കുന്നു. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ കോമ്പസിൽ അളന്നിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടൊരു ആർക്ക് ചാപം വരയ്ക്കുന്നു. അതേ സാധനം ഞാൻ ഇവിടെ അളന്നിട്ടും ചെയ്യുന്നു. ആൻഡ് എനിക്ക് ഇവന്മാരെ തമ്മിൽ കണക്ട് ചെയ്താൽ എൻ്റെ ട്രയാങ്കിൾ കിട്ടും. വളരെ ഈസിയാണ് മക്കളെ, വളരെ ഈസിയാണ്. മലയാളികൾക്ക് ഇതാ ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ ഉണ്ട്. ആൻഡ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു ട്രയാങ്കിൾ തരും. ആ ഒരു ട്രയാങ്കിളിൻ്റെ ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് P അല്ലെങ്കിൽ മധ്യബിന്ദു. ഇതിൻ്റെത് R, ഇതിൻ്റെത് Q. 3 സൈഡിൻ്റെയും മധ്യബിന്ദുക്കൾ കണക്ട് ചെയ്തും കൊണ്ട് ഒരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 1 2 3 4 എന്ന് പറഞ്ഞ 4 ത്രികോണങ്ങൾ മക്കൾക്ക് ഇവിടെ കാണാൻ പറ്റൂലേ. സോ ഈ 4 ത്രികോണങ്ങൾ തന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകതയാണ് ഉണ്ടാവുക. ഈ 4 ചെറിയ ത്രികോണങ്ങൾക്കും എന്തായിരിക്കും എന്ന് അറിയോടാ, ഒരേ പരപ്പളവും ഒരേ ചുറ്റളവുമായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, സെയിം ഏരിയയും സെയിം പെരിമീറ്ററുമായിരിക്കും. സോ നമ്മളോട് ഇങ്ങനെയാണ് ചോദിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇതിന് 4നും സെയിം ഏരിയയും പെരിമീറ്ററും ആയിരിക്കുന്നു. ആൻഡ് അങ്ങനെയെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കാമെന്നോ, ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടാവും ഇവന്മാർ തമ്മിൽ. അതായത് ഇവിടെ എല്ലാ ചെറിയ ട്രയാങ്കിളും കണക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ ഒരു ചെറിയ ട്രയാങ്കിൾ എടുത്ത് എന്ന് വിചാരിക്കും. ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ, ഞാൻ ഏരിയ മാത്രമാണ് നോക്കുന്നത്, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് മാത്രം ഞാൻ നോക്കുകയാണ്. ഏരിയ, പരപ്പളവ്. ഓക്കെ. സോ ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ പരപ്പളവിൻ്റെ നേരെ ഇരട്ടിയായിരിക്കും ഈ ടോട്ടൽ വലിയ ട്രയാങ്കിളിൻ്റെ പരപ്പളവ്. ആണോ? അല്ല സാർ എല്ലാത്തിനും ഒരേ ഏരിയ ആണെന്നല്ലേ സാർ പറഞ്ഞത്. അപ്പോൾ ഇത് 10 ആണെങ്കിൽ ഇതും 10, ഇതും 10, ഇതും 10, ടോട്ടൽ 40 വരും അല്ലേ. അപ്പോൾ ഇത് 10 ആണെങ്കിൽ ടോട്ടൽ 40. എത്ര ഇരട്ടിയാ? 4 ഇരട്ടി. സോ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ പരപ്പളവിൻ്റെ 4 ഇരട്ടി ആയിരിക്കും വലിയ ട്രയാങ്കിളിൻ്റെ പരപ്പളവ്. 4 ടൈംസ് ആയിരിക്കും, അല്ലെങ്കിൽ 4 മടങ്ങായിരിക്കും. അപ്പോൾ വലിയ ട്രയാങ്കിളിൻ്റെ തിരിച്ചെങ്ങനെയാ അത് പറയാ, വലിയ ട്രയാങ്കിളിൻ്റെ പരപ്പളവിൻ്റെ 4 ടൈംസ് എന്നുള്ളത് തിരിച്ച് പറഞ്ഞാൽ എങ്ങനെയാ, വലിയ ട്രയാങ്കിളിൻ്റെ പരപ്പളവിൻ്റെ 1/4 ഭാഗമായിരിക്കും ആരെ, ചെറിയ ട്രയാങ്കിളിൻ്റെ പരപ്പളവ് ത്രികോണത്തിൻ്റെ. അങ്ങനെയും നമുക്ക് പറയാൻ പറ്റും. ആൻഡ് സാർ അങ്ങനെയെങ്കിൽ പെരിമീറ്ററിനെ കുറിച്ച് പറയൂ. പെരിമീറ്ററുകൾ തമ്മിൽ എന്തായിരിക്കും ബന്ധം, അല്ലെങ്കിൽ ചുറ്റളവ് തമ്മിൽ എന്തായിരിക്കും ബന്ധം? ചെറുതിൻ്റെ ചുറ്റളവ് 5 എന്ന് തന്നു കഴിഞ്ഞാൽ, ഈ ഒരു ചെറിയതിൻ്റെ ചുറ്റളവ് 5 ആണ് എന്ന് നമുക്ക് തന്നു കഴിഞ്ഞാൽ വലുതിൻ്റെ ചുറ്റളവ് അതിൻ്റെ 4 ഇരട്ടി 20 ആയിക്കോ? അല്ല സാർ, ഒരിക്കലും അല്ല സാർ. വലുതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിന് എത്രയാണോ ചുറ്റളവുള്ളത് അതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും ആർക്കുണ്ടാവുക, വലുതിനുണ്ടാവുക. സോ ഇത് 2 ടൈംസ് മാത്രമേ ആവുകയുള്ളൂ. സോ ചെറുതിന് എത്രയാണോ ചുറ്റളവുള്ളത് അതിൻ്റെ ഡബിളാണ് വലുതിനുണ്ടാവുക. അങ്ങനെയെങ്കിൽ നേരെ തിരിച്ചെങ്ങനെ പറയുക, ഈ വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ 2 ടൈംസ് ഉള്ളത് നേരെ തിരിച്ചു പറഞ്ഞാൽ എങ്ങനെ, വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ 1/2 ഭാഗം മാത്രമേ ചെറുതിൻ്റെ ഉണ്ടാവൂ.
നോക്കടാ, നമ്മൾ പറഞ്ഞു ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ പരപ്പളവിൻ്റെ 4 ടൈംസ് ആണ് വലുതിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് തിരിച്ച് പറഞ്ഞാൽ എങ്ങനെ, വലിയ ട്രയാങ്കിളിൻ്റെ പരപ്പളവിൻ്റെ 1/4 ആണ് ചെറുതിൻ്റെത്. അതുപോലെ ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ ഇരട്ടിയാണ് വലുതിൻ്റെ ചുറ്റളവ് എന്ന് നമ്മൾ പറഞ്ഞു. അത് തിരിച്ച് പറഞ്ഞാലോ, വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ 1/2 ആണ് എന്ത്, ചെറുതിൻ്റെ ചുറ്റളവ്, അല്ലെങ്കിൽ നേരെ പകുതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു പോയിന്റ് മക്കൾ ഓർത്ത് വെക്കുക. അതാ ക്വസ്റ്റ്യൻ ഇവിടെ എൻ്റെ മലയാളക്ക്. ആൻഡ് നമ്മളോട് ചോദിക്കുകയാണ് BC6 ആണെങ്കിൽ PR കാണുക. BC6 ആണെങ്കിൽ PR കാണുക. ഇവിടെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സർ BC6 ആണെങ്കിൽ PR കാണുക. BC6 ആണ്, അപ്പോൾ PR എങ്ങനെയാണ് സാറേ കാണുക? നമ്മളിപ്പം പഠിച്ച് വെച്ചിട്ടുള്ള കാര്യം അല്ലാതെ, പക്ഷേ നമ്മൾക്കറിയാടാ എന്ത്, ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഈ വരല്ലേ, ഈ വര ട്രയാങ്കിളിൻ്റെ ത്രികോണത്തിൻ്റെ 3ാമത്തെ വശത്തിന് സമാന്തരവുമായിരിക്കും പകുതിയുമായിരിക്കും. അതായത് ഇത് 6 ആണെങ്കിൽ ഇത് നേരെ പകുതി 3 ആണ് ഉണ്ടാവുക. എങ്ങനെയാടാ, ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡിൻ്റെ മധ്യബിന്ദുക്കളാണ് കണക്ട് ചെയ്ത് വരയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ 3ാമത്തെ സൈഡിനെ ഇതുമായിട്ട് എന്താ ബന്ധം? ഇതിൻ്റെ പകുതി ആയിരിക്കും ഇത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും ഇത്. നമ്മളോട് പറഞ്ഞത് എന്താ, BC6 ആണ്, അങ്ങനെയെങ്കിൽ PR കാണണം നേരെ പകുതി. എത്ര? 3 സെൻറ്റിമീറ്റർ ആണ് സാർ. എത്ര? 3 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് അടുത്തതായി പറയാണ് ABCയുടെ പരപ്പളവ് 18 ആണെങ്കിൽ, വലിയ ABCയുടെ പരപ്പളവ് 18 ആണെങ്കിൽ, പെരിമീറ്റർ അല്ലേ, ABCയുടെ പെരിമീറ്റർ ചുറ്റളവ് എത്രയാ? 18 ആണെങ്കിൽ PQRൻ്റെ ചുറ്റളവ് എത്ര? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ വലിയതിന് എത്രയാണോ പെരിമീറ്റർ അതിൻ്റെ 2 ടൈംസ് ആണോ? അല്ല, അത് നേരെ തിരിച്ചേത്, ചെറുതിൻ്റെത് തരികയാണെങ്കിൽ അതിൻ്റെ 2 ടൈംസ് ആണ് വലുതിൻ്റെത്. വലുതിൻ്റെ തരികയാണെങ്കിൽ അതിൻ്റെ പകുതിയാണ് ചെറുതിൻ്റെത്. ഓക്കെ, സോ നമുക്കിവിടെ വലുതിൻ്റെതാണ് തന്നത്. ABCൻ്റെ 18 ആണെന്ന് പറഞ്ഞു. സോ ചെറിയൊരു ട്രയാങ്കിളിൻ്റെതാണ് ചോദിച്ചത്. ഏതാ? PQR. എല്ലാ ട്രയാങ്കിളും കണക്കാണ് കേട്ടോ. ഇവിടെ 4 ചെറിയ ട്രയാങ്കിളും കണക്കാണ്. നമ്മളോട് ചോദിക്കുകയാണ് ഇതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എത്രയായിരിക്കും? വലുതിൻ്റെത് 18 ആണെങ്കിൽ ഈ ചെറുതിൻ്റെത് എത്രയായിരിക്കും? സർ, പെരിമീറ്ററിൻ്റെ ബന്ധം എന്താണ്? ചെറുതിൻ്റെ ഇരട്ടിയായിരിക്കും വലുത്, അല്ലെങ്കിൽ വലുതിൻ്റെ നേരെ പകുതി ആയിരിക്കും ചെറുതിൻ്റെ ഉണ്ടാകുക. വലുതിൻ്റെ 18 ആയിരുന്നു. സോ ചെറുതിൻ്റെത് എത്ര വരിക? ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ 9 ആണ് സാറേ ആൻസർ വരിക. ആൻഡ് C ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുകയാണ് വലുത് ABCയുടെ പരപ്പളവ് 20 ആണെങ്കിൽ PQR ചെറുതിൻ്റെ പരപ്പളവ് എത്ര? പരപ്പളവ് തമ്മിൽ എന്താ ബന്ധം? ചെറിയ പരപ്പളവിൻ്റെ 4 ടൈംസ് ആണ് എന്ത് വരിക? ചെറിയ പരപ്പളവിൻ്റെ 4 ടൈംസ് ആണ് വലുതിൻ്റെ പരപ്പളവ്. അല്ലെ തിരിച്ചു പറഞ്ഞാൽ വലുതിൻ്റെ പരപ്പളവ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ 1/4 മാത്രമേ ചെറുതിൻ്റെത് ഉണ്ടാവൂ. അതായത് വലിയതിൻ്റെ പരപ്പളവ് തന്നു കഴിഞ്ഞാൽ അതിനെ 4 കൊണ്ട് ഹരിച്ചാലാണ് ചെറുതിൻ്റെ പരപ്പളവ് കിട്ടുക. സോ 20 ആണ് വലുതിൻ്റെത്. അപ്പോൾ അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രടാ? 5 ആണ് നമുക്ക് ചെറിയതിൻ്റെ പരപ്പളവ് കിട്ടുക. 5 സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് ഈസി ആയിട്ട് കിട്ടി. ആൻഡ് ഇങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. മിഡ് പോയിൻറ്റ്സ് കണക്ട് ചെയ്താൽ എന്താണ് അവിടെ ചുറ്റളവുകളും പരപ്പളവുകളും തമ്മിലുള്ള ബന്ധം എന്നാണ് ചോദിക്കുക. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ചെറിയ അല്ലെങ്കിൽ PQR എന്ന് പറഞ്ഞ ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ എത്ര മടങ്ങാണ്, എത്ര ടൈംസ് ആണ് ABCയുടെ പരപ്പളവ്? നമുക്കറിയാം ഇതിൻ്റെ പരപ്പളവിൻ്റെ 4 മടങ്ങാണ്. സിമ്പിളായിട്ട് ആൻസർ അറിയാൻ പറ്റും. ഇതിൻ്റെ ചെറുതിൻ്റെ പരപ്പളവിൻ്റെ 4 മടങ്ങാണ് വലുതിൻ്റെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ചിലപ്പം ചോദിക്കുക എന്താണെന്ന് അറിയോ, APR എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ പരപ്പളവിൻ്റെ ചുറ്റളവിൻ്റെ എത്ര ടൈംസ് ആണ് ABCയുടെ ചുറ്റളവ് എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് പറയും? 2 ടൈംസ്, ഡബിൾ ആണ്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, എന്ത് ABCയുടെ ചുറ്റളവിൻ്റെ എത്രയാണ് PQRൻ്റെ ചുറ്റളവ് എന്നാ ചോദിക്കുക. അപ്പോൾ നമുക്കറിയാം എന്താ, വലുതിൻ്റെ നേരെ പകുതിയെ ചെറുതിൻ്റെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയും 1/2 ആണെന്ന്. സോ ഈ ഒരു പോയിന്റ് കൺഫ്യൂഷൻ ഇല്ലാണ്ട് മക്കൾ മനസ്സിലാക്കണം. ഇത്രയേ ഉള്ളൂ. ചെറിയ ട്രയാങ്കിളിൻ്റെ ചുറ്റളവിൻ്റെ ഡബിൾ ആയിരിക്കും വലുതിൻ്റെ ചുറ്റളവ്. ചെറിയ ട്രയാങ്കിളിൻ്റെ പരപ്പളവിൻ്റെ 4 ഇരട്ടിയായിരിക്കും വലുതിൻ്റെ പരപ്പളവ്. ഓക്കെ, ആ ഒരു സംഭവം മനസ്സിലാക്കി വെക്കുക. ആൻസർ ഇവിടെ ഉണ്ട്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഉറപ്പായിട്ട് ഇവിടുന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ നമ്മളോട് പറയാണ് ഒരു നീല കളറിലുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട് നമ്മളുടെ കയ്യിൽ. നീല കളറിലുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇതിൻ്റെ പേര് ABC. ആൻഡ് ഇവിടെ എന്തുണ്ട്? പച്ച കളറിലൊരു ലൈൻ ഉണ്ട്. ഈ ലൈനും ട്രയാങ്കിളിൻ്റെ ഈ സൈഡും സമാന്തരം
പാരലലാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ മക്കളെ ഒരു ത്രികോണത്തിൻ്റെ ഒരു സൈഡിന് ഒരു വശത്തിന് സമാന്തരമായ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ അത് ത്രികോണത്തിൻ്റെ ഈ വശത്തിനെയും ഈ വശത്തിനെയും ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുക. ഇവിടെ ഓൾറെഡി പറഞ്ഞു ഇത് 3ഉം ഇത് 5ഉം ആണെന്ന്. അതായത് ഇവർ തമ്മിലുള്ള അംശബന്ധം 3:5 ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവർ തമ്മിലുള്ള അംശബന്ധം എത്ര തന്നെ? 3:5 തന്നെ. ഞാൻ പേര് കൊടുത്തില്ല അല്ലേ, PQ. ഇവർ തമ്മിലുള്ള അംശബന്ധം എത്ര തന്നെ? 3:5 തന്നെ. ഇത് 6 സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് 3 ആണ്, ഇത് 5 ആണ് കേട്ടോ. 3:5. അപ്പോൾ ഇവിടെ 3:5. ഈ ടോട്ടൽ എത്രയാണ്? 6 ആണ്. നമുക്ക് AP-യും കാണണം, PB-യും കാണണം. നോക്കി, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് പീസസ് ഇൻ ടു വിച്ച് ദ ലൈൻ കട്ട്സ് ദ ലെഫ്റ്റ് സൈഡ്. ഈ ട്രയാങ്കിളിൻ്റെ ലെഫ്റ്റ് സൈഡിന് ഈ പച്ച ലൈൻ കട്ട് ചെയ്തത് എത്രയും ആക്കിയിട്ടാണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. അതായത് AP-യും PB-യുമാണ് നമുക്ക് കാണേണ്ടത്. ഇതാ മലയാളത്തെ ക്വസ്റ്റ്യൻ. സോ AP ഈക്വൽ ടു സർ എങ്ങനെയാണ് കാണുക? ഈ ടോട്ടൽ ലെങ്ത് 6 ആണ്. സോ 6 ഇൻറ്റു ഏത് റേഷ്യോ അംശബന്ധത്തിലാണ് കട്ട് ചെയ്യുന്നത്? 3:5 അതായത് 3:5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എത്രയാണ്? 8 ആണ്. അതായത് ഈ ഒരു ലൈനെ ടോട്ടൽ 8 പീസ് ആക്കുന്നുണ്ട്. അതിൽ നമുക്ക് വേണ്ട AP-ക്ക് എത്രയാണുള്ളത്? 3 ആണുള്ളത്. നമുക്ക് വേണ്ടത് 3 ആണ്, ടോട്ടൽ 8 ആക്കുന്നുണ്ട്. ഈ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 6 ഇൻറ്റു 3 എത്ര? 18/8 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാടാ? 2.25 അല്ലേ? അത് നിങ്ങൾ മെല്ലെ ചെയ്താൽ മതിയേ. സോ AP-യുടെ ലെങ്ത് എത്രയായിരിക്കും? 2.25 ആയിരിക്കും. അതുപോലെ നിങ്ങൾ എന്തു ചെയ്യുക? PB-യുടെ ലെങ്ത്തും കാണുക. സിമ്പിളാ. അപ്പം നിങ്ങൾ ചോദിക്കും സാർ ടോട്ടൽ 6 സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ AP 2.25 ആണെങ്കിൽ ബാക്കി 3.25 അല്ലേ? 3.75 അല്ലേ PB ഉണ്ടാകുക? കറക്റ്റാണ്, അങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ PB എങ്ങനെയാണ് കാണുക? നമ്മളിപ്പം കണ്ട മെത്തേഡിൽ എങ്ങനെയാണ് PB കാണുക? സർ അതും സിമ്പിൾ അല്ലേ. ടോട്ടൽ എത്രയാണുള്ളത്? ഇത് 16 സോറി എത്ര? 6 ഇൻറ്റു ഇവിടെ ടോട്ടൽ എങ്ങനെയാണ് റേഷ്യോയിൽ കട്ട് ചെയ്ത്? 3:5. ടോട്ടൽ 8 പീസാണ്. അതിൽ നമുക്ക് വേണ്ട PB-ക്കുള്ളത് 5 പീസാണ്. 5 പീസാണ് നമുക്ക് വേണ്ടത്. ടോട്ടൽ എത്ര പീസാണ്? 8 പീസാണ്. ഇതിൻ്റെ ബാക്കി ചെയ്താലും മതി, കിട്ടും. സെറ്റാണല്ലോ മക്കളെ, അടിപൊളിയായി സെറ്റാക്കിയിരിക്കുക. ആൻഡ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇതേ ക്വസ്റ്റ്യൻ ഞാൻ വേറൊരു രീതിയിൽ ചോദിക്കട്ടെ. 10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ, ഓക്കെ, 20 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ. 20 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. ആൻഡ് ഇവന്മാരെ കട്ട് ചെയ്തിരിക്കുന്ന റേഷ്യോ 2:3 ആണ്. 2:3 ആണ്. AB അങ്ങനെയെങ്കിൽ AP-യും PB-യും എനിക്ക് ആൻസർ ആയിട്ട് ഇപ്പോൾ തന്നെ പറഞ്ഞാടാ. A ക്വസ്റ്റ്യൻ AP ഈക്വൽ ടു B ക്വസ്റ്റ്യൻ PB ഈക്വൽ ടു എങ്ങനെയാടാ കാണുക? എല്ലാവരും വേഗം തന്നെ ഇത് കമൻറ്റ് ചെയ്യുക, നമുക്ക് വേസ്റ്റ് ആക്കാൻ ടൈമില്ല. സോ എല്ലാവരും വേഗം കമൻറ്റ് ചെയ്യണേ. സോ സെറ്റാണ്, ഉഷാറാണ്, അടിപൊളിയായി പഠിക്കുക, പവറാക്കാം.